ഒരു കല്യാണത്തിന് പോയപ്പോഴാണ് അങ്ങ് ഇറ്റലിയിൽ ഉത്ഭവിച്ചു എന്ന് വിശ്വസിക്കുന്ന പാസ്ത ആദ്യമായിട്ട് കഴിക്കുന്നത്. പിന്നെ യൂട്യൂബിൻ്റെ സഹായത്തോടെ റെഡ് സോസ് പാസ്തയും വൈറ്റ് സോസ് പാസ്തയൊക്കെ ഉണ്ടാക്കാറായി. പാസ്ത ഉണ്ടാക്കുന്നത് ഒരു ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആണെന്ന് വിചാരിക്കുമ്പോഴാണ് ചേച്ചി ഒരു ദിവസം കുക്കറിൽ പാസ്ത ഉണ്ടാക്കുന്നത്. വൺ പോട്ട് റെസിപ്പീസ് ഇഷ്ടമില്ലാത്ത ആരോ ഉള്ളത്, അതുകൊണ്ട് ഇന്ന് കുക്കറിൽ പാസ്ത ഉണ്ടാക്കാം. കുക്കർ അടുപ്പത്ത് വയ്ക്കുക, കുറച്ച് ഓയിൽ ഒഴിക്കുക, കുറച്ച് ബട്ടർ ഇടുക. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഗാർലിക് ഒന്ന് സോട്ട് ചെയ്യുക. വെളുത്തുള്ളിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. ഞാനിവിടെ ക്യാപ്സിക്കം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്യാപ്സിക്കം കൂടെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. തക്കാളി നന്നായി വഴന്നു വന്നതിന് ശേഷം നമുക്ക് ഇറ്റാലിയൻ സീസണിങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒറിഗാനോ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് സോസ് ചേർക്കാം. ഞാനിവിടെ ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസും ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. കുക്കറിൽ പാസ്ത ചെയ്യുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളത്തിൻ്റെ അളവാണ്. 1 കപ്പ് പാസ്തയ്ക്ക് 1 കപ്പ് വെള്ളം. ഞാനിവിടെ പെന്നെ പാസ്തയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1.5 കപ്പ് പാസ്തയും 1.5 കപ്പ് വെള്ളം കൂടെ നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ, പാസ്ത ഉടഞ്ഞു പോകാതെ നമുക്ക് ഒരു വിസിലിൽ തന്നെ കുക്കായി കിട്ടും. കുറച്ച് ബ്രെഡ് പീസസ് ഉണ്ടായിരുന്നതുകൊണ്ട് ബട്ടർ ഗാർലിക് ബ്രെഡും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറിലേക്ക് ചെറുതായി അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ബ്രെഡിലേക്ക് ഒന്ന് തേച്ച് കൊടുത്ത് ഒന്ന് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ഗാർലിക് ബ്രെഡ് റെഡിയായി. കുക്കർ തുറന്ന് അതിലെ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ ഞാനിവിടെ കുറച്ച് മയണീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സംഭവം അടിപൊളിയാണ് കേട്ടോ.